ജോയിയുടെ ഭാഗത്തേക്ക് വന്നാൽ ജോയിൻ്റെ ഭാഗത്ത് ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ. ആരാണ് അതിന് ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്തിനെ അനുനയിപ്പിക്കുക എന്ന് പറയുന്ന പ്രശ്നം മാത്രമേ ജോയിൻ്റെ ഭാഗത്തുള്ളൂ. വേറെ ഒരു പ്രശ്നങ്ങൾ അവിടെ സംബന്ധിച്ചിടത്തോളം അവിടെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ആണെങ്കിലും മുസ്ലിം സമുദായത്തിൻ്റെ ആണെങ്കിലും ലീഗിൻ്റെ ആണെങ്കിലും ഒരു മലയോര മേഖല, കാരണം ജോയിൻ്റെ വീടിരിക്കുന്ന സ്ഥലമാണ്, ജോയിൻ്റെ മണ്ഡലമാണ്, ആദ്യമായിട്ട് മത്സരിക്കുകയാണ്, ചെറുപ്പക്കാരാണ്, അങ്ങനെയുള്ള കുറേ അനുകൂല ഘടകങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ സർവേകളിലെല്ലാം ജോയിക്ക് അനുകൂലമായിട്ടൊരു നിലപാട് അവിടെ വരാൻ കാരണം. അപ്പോൾ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ജോയിനെയാണ് ആക്കുന്നതെങ്കിൽ ഒരാളെ മാത്രം അനുനയിപ്പിച്ചാൽ മതി. അത് ആര്യാടൻ ഷൗക്കത്തിന് മാത്രമാണ്. ജനങ്ങളെ അനുനയിപ്പിക്കാനോ അൻവറിനെ അനുനയിപ്പിക്കാനോ ലീഗുകാരെ അനുനയിപ്പിക്കാനോ ഒന്നും പോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അപ്പം ഈ കാര്യത്തിനകത്ത് കോൺഗ്രസ് ഏത് നിലപാടെടുക്കും എന്നുള്ളതനുസരിച്ചിട്ട് വേണ്ടി വരും കോൺഗ്രസിൻ്റെ വിജയപരാജയം നിശ്ചയിക്കാൻ. ഞാൻ പറഞ്ഞു വിജയിക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എന്താണ്, ഒരു ഗംഭീര വിജയം നിലമ്പൂർ ഉണ്ടായാൽ മാത്രമേ പിണറായിക്കെതിരെയുള്ള ഒരു അറ്റാക്കായി ആ സംവിധാനത്തിന് മാറൂ എന്നുള്ളതാണ്. എനിക്ക് എൻ്റെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ പിണറായി വിജയനാണോ ആര്യാടൻ ഷൗക്കത്താണോ ശത്രു എന്ന് ചിലപ്പോൾ പി വി അൻവറോട് ചോദിച്ചാൽ പി വി അൻവറിന് ചിലപ്പോൾ മറുപടി പെട്ടെന്ന് പറയാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യു ഡി എഫിൻ്റെ സംവിധാനത്തിൽ എടുക്കുന്ന തീരുമാനം ഏത് ചെകുത്താലും ജയിക്കുമെന്നാണ് പറഞ്ഞത്. അതാ ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എന്നുള്ളതാണ്. അപ്പം അത് കോൺഗ്രസ് എടുക്കുന്ന നിലപാട് പോലെ ഇരിക്കും.